ഭദ്രദീപം കൊളുത്തിക്കൊണ്ട് നമുക്ക് ഈ സംരംഭത്തിന് തുടക്കം കുറിക്കാം. ജഗദീശ രക്ഷിക്കരങ്ങളിലെന്നും മഹിതമാം ഭക്തി തന്ദാനമൊന്നേകി മനതാരിലെങ്ങും വിളങ്ങട്ടെ ശുദ്ധി സ്ഥിരമായി വളരട്ടെ ഞങ്ങളിൽ ഭക്തി സമഭാവ സർഗങ്ങൾ കണ്ണീരൊഴുക്കി ഹൃദയങ്ങൾ സ്നേഹാർദ്രസാഗരമാക്കി കൈകോർത്തു യോജിച്ചു മുന്നോട്ടു പോകാൻ സകലേശ ഞങ്ങൾക്ക് സൽബുദ്ധിയേകും. മാതൃഭൂമിക്കായി ജീവൻ നയിക്കാൻ മാതൃഭൂമിക്കായി ജീവൻ ത്യജിക്കാൻ മാതൃഭൂവിൽ തന്നെ ജീവിതം പോക്കാൻ കാരുണ്യവാനേ സദ്ബുദ്ധിയേകൂ. സേവനം ഞങ്ങൾക്കു ധർമ്മമാകണം സേവനം ഞങ്ങൾക്കു കർമ്മമാകണം സേവനം ഞങ്ങൾക്ക് അഭിമാനമെന്നും ജീവിതനാഥ നീ അനുഗ്രഹമേകൂ ജീവിതനാഥ നീ അനുഗ്രഹമേകൂ. മോഹൻദാസ് സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ബഹുമാനപ്പെട്ട നമ്മുടെ ഏറ്റവും ആദരണീയനായ നാട്ടിക നിയോജകമണ്ഡലം എംഎൽഎ ശ്രീ CC മുകുന്ദേട്ടൻ, വേദിയിലുള്ള പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആനന്ദ് ജോഷി, KCBA, മറ്റ് ഇവിടെ വന്നിട്ടുള്ള പ്രിയപ്പെട്ടവരെ സുഹൃത്തുക്കൾ, ഈ ചാർജിങ് സ്റ്റേഷൻ നമ്മുടെ ഈ പരിസരത്തൊന്നും വേറെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് ദൂരേക്ക് തന്നെയാണ് ഒറ്റപ്പെട്ട രീതിയിലുള്ള ചാർജിങ് സ്റ്റേഷനാണ് പൊതുവെ കണ്ടിട്ടുള്ളത്. പൊതുവെ ഈ കാലത്തിന്റെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് ഇതുപോലുള്ള സംവിധാനങ്ങൾ കൂടുതൽ വിപുലപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ള കാര്യം നാം എല്ലാവരും മനസ്സിലാക്കണം. കാരണം ആഗോളതലത്തിൽ തന്നെ പാരിസ്ഥിതികമായ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്, നമ്മുടെ നാട് ഉൾപ്പെടെ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളൊക്കെ തന്നെ പാരിസ്ഥിതികാഘാതത്തിന്റെ അതിൻ്റെ വരും വരായികളെ കുറിച്ചൊക്കെ തന്നെ ഓരോ ഘട്ടത്തിലും അതിൻ്റെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ചില താല്പര്യങ്ങളുടെ ഭാഗമായിട്ട് തന്നെ അത് എന്ത് തീരുമാനമെടുത്താലും ആഗോള ഉച്ചകോടിക്കകത്ത് പാരിസ്ഥിതിക ഉച്ചകോടിക്ക് അകത്ത് എന്ത് തന്നെ തീരുമാനമെടുത്താലും ആ തീരുമാനങ്ങളൊന്നും തന്നെ വേണ്ടത്ര പ്രാവർത്തികമാകുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം ഇപ്പോ നിലവിലുണ്ട്. പല താല്പര്യങ്ങളാണ്. ഒന്ന്, പല വികസിത രാജ്യങ്ങളുടെയും താല്പര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ സ്വാർത്ഥമായ താല്പര്യങ്ങളാണ്. അതിലെ മനുഷ്യന്റെ പ്രശ്നങ്ങളെ സംബന്ധിച്ച്, പരിസ്ഥിതിയിലൂടെ ഉണ്ടാകുന്ന മനുഷ്യനുണ്ടാകുന്ന ദോഷത്തെ സംബന്ധിച്ചൊന്നും, അതിന്റെ ആഘാതത്തെ സംബന്ധിച്ചൊന്നും അവരെ സംബന്ധിച്ച് അത് ഒരു വിഷയമല്ല. വികസിത മുതലാളിത്ത രാജ്യങ്ങളെ സംബന്ധിച്ച് അതൊരു വിഷയമല്ല. എല്ലാം ലാഭത്തിൽ അധിഷ്ഠിതമാണ്. അവിടെ മനുഷ്യ ജീവനെ സംബന്ധിച്ചോ മറ്റൊന്നും തന്നെ ഒരു തരത്തിലും അത്തരം കാര്യങ്ങൾ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഈ മുതലാളിത്ത സാമൂഹിക വ്യവസ്ഥിതിയുടെ ഒരു പ്രധാനപ്പെട്ട
പ്രശ്നം എന്നുള്ളത്. ഞാനൊരു ദീർഘമായിട്ടുള്ള വർത്തമാനത്തിലേക്ക് പോകുന്നു. നമ്മുടെ കേരളം ഈ കാര്യത്തിൽ കുറെ കൂടി പരിസ്ഥിതിയെ അത് ഒരു സന്തുലനാവസ്ഥയിൽ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കേരളം. അതിന്റെ ഭാഗമായിട്ട് തന്നെ പൊതുവെ ഇതിൽ കൂടുതൽ പ്രോത്സാഹനം നൽകി വരികയാണ്. ഈ ഇലക്ട്രിക്കൽ വാഹനങ്ങള് അതിന്റെ ഉപയോഗം വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത സംബന്ധിച്ചുള്ള നല്ല ബോധ്യം കേരള സംസ്ഥാനത്ത് സർക്കാർ ഉണ്ട്. അതിന്റെ ഭാഗമായുള്ള ഇതിനാവശ്യമായ എല്ലാ പിന്തുണയും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് ഈ ചാർജിങ് ഹബിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ CC മുകുന്ദനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ചെറിയ വാക്ക് നിർത്തട്ടെ. ബഹുമാനപ്പെട്ട MLA ശ്രീ CC മുകുന്ദൻ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. പ്രിയമുള്ള നമ്മുടെ ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, ഈ പദ്ധതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എത്തിച്ചേർന്നിട്ടുള്ള കുടുംബ അംഗങ്ങളെ, അതുമായി അതിൻ്റെ അടുത്ത് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട വർക്കർമാരെ, നമ്മുടെ സൂര്യ ഈ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു സെന്റർ, ഇലക്ട്രിക്കൽ സെന്റർ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഞാൻ അധികം സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. കാരണം അല്പം വൈകി എന്നുള്ളതാണ് എൻ്റെ മനസ്സിലുള്ള ഏറ്റവും ഒരു മാനസികമായ ചില വിഷമങ്ങളുണ്ടായത്. വരുന്ന വഴിക്കാണെങ്കിൽ ചില ആൾക്കാർ വണ്ടി തടുക്കേണ്ട, അവിടെ മുറ്റിച്ചൂരിലുള്ള ഒരു അധ്യാപകൻ മുസ്ലിമാണ്, പെട്ടെന്ന് പല്ല് തേച്ചു കൊണ്ടിരിക്കില്ല പിടഞ്ഞ് വീണ് മരിക്കപ്പെട്ടു. അപ്പോൾ മരിച്ചപ്പോൾ നമ്മുടെ പാതുവ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത്. അപ്പോൾ പലർക്കും അത് പോസ്റ്റ്മോർട്ടം വേണോ വേണ്ടേ എന്നൊരു ചർച്ച അവിടെ ഉണ്ടായി. പോസ്റ്റ്മോർട്ടം വേണോ വേണ്ടേ എന്ന ചർച്ചയെ തീരുമാനിക്കപ്പെടേണ്ടത് ഡോക്ടറും അതുപോലെ തന്നെ പോലീസുമാണ്. അപ്പം അവരുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചില സംസാരങ്ങൾ നടത്തേണ്ടി വന്നു എന്നുള്ള സമയമാണ് എൻ്റെ കയ്യിൽ നിന്ന് പോയത്. അപ്പം എന്നോട് പ്രസിഡന്റ് വിളിച്ചു പറയേണ്ടായി, എത്രയും പെട്ടെന്ന് ഒരു കമ്മിറ്റി പോകണം, എത്രയും പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞു. പക്ഷേ ഈ കാര്യങ്ങളായിട്ട് ആൾക്കാർ വളഞ്ഞച്ച് നിൽക്കുന്ന സമയത്ത് പറ്റൂല, ഞാൻ അവിടെ പോകട്ടെ എന്ന് പറയാൻ കഴിയില്ല. എന്തായാലും ഒരു 5-10 മിനിറ്റ് സമയമാണ് വൈകിയത്. നമ്മുടെ ഈ ചാർജുമായി ബന്ധപ്പെട്ട ഹബുമായി ബന്ധപ്പെട്ട കാര്യത്തെ സംബന്ധിച്ച ചില കാര്യങ്ങൾ നമ്മുടെ പ്രസിഡന്റ് നിങ്ങളോട് പറയാനുണ്ടായി. നമ്മുടെ സർക്കാരാണെങ്കിൽ ഈ രംഗത്ത് ഒരു മാതൃകാപരമായ ചില പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകാൻ മുൻകാലങ്ങളിൽ ആരംഭിച്ചതാണ്. അപ്പോൾ ഈ പറഞ്ഞ ചാർജ് കൊടുക്കുന്ന സ്ഥാപനം സർക്കാർ മുമ്പ് തന്നെ നമ്മുടെ മണ്ഡലത്തിൽ 4 മേഖലയിലേക്ക് ലഭിച്ചിട്ടുണ്ട്. അതിപ്പോൾ നമ്മുടെ പ്രയാറും അതുപോലെ തളിക്കുളത്തും വടനപ്പുള്ളിയ പ്രദേശമൊക്കെ ആയിട്ട് നമ്മൾ ചാർജ് തുടങ്ങിയിട്ടുണ്ട്. അത് സർക്കാരിൻ്റെ നേതൃത്വത്തിലാണ് ആ സബ് തുടങ്ങിയത്. അപ്പോൾ അതിൽ KSBയുടെ ആയി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ആ സ്ഥാപനം നിലനിൽക്കുന്നത്. ഇവിടെ മറ്റുള്ള ആൾക്കാർ ഉൾപ്പെട്ടുകൊണ്ടുള്ള സ്ഥാപനമാണ് എന്നാണ് എൻ്റെ മനസ്സിൽ നമ്മുടെ പ്രസിഡന്റിന്റെ പ്രസംഗത്തിൽ എനിക്ക് തോന്നിയത്. എന്നിട്ടാണ് നമ്മുടെ പാരിസ്ഥിതികമായ സ്ഥിതിവിശേഷങ്ങൾ ഇന്ന് രൂക്ഷമാണ് നമ്മുടെ എല്ലാ മേഖലയിലും. അത് പരിഹരിക്കുന്നതിന് ആവശ്യമായ രീതിയിലുള്ള നമ്മുടെ ശാസ്ത്രീയമായ ചില പ്രവർത്തനങ്ങൾ പരിശോധിച്ച് എങ്ങനെ കാർബൺ ഡയോക്സൈഡ് ഇല്ലാതാക്കാൻ കഴിയും എന്നാണ് ശാസ്ത്രം പരിശോധിക്കപ്പെടുന്നത്. ഇപ്പൊ ഇവിടെയുള്ള നൂറുകണക്കിന് വരുന്ന വാഹനങ്ങളിൽ നിന്ന് വരുന്ന പുക നമ്മളെ എല്ലാവരെയും മാലിന്യമായ രീതിയിലേക്ക് തിരിച്ചുവിടുന്നൊരവസ്ഥയാണ് ഉള്ളത്. അത് ഉണ്ടായാൽ ഉണ്ടാകുന്ന അപകടസ്ഥിതി എല്ലാവർക്കും ഒരു വലിയ രോഗത്തിന്റെ അടിമകളായി തീരേണ്ട സാഹചര്യമാണ് ഇപ്പൊ ഇന്നും നിലനിൽക്കുന്നത്. അപ്പൊ ശാസ്ത്രീയപരമായി നമുക്കതിനെ മാറ്റിയെടുക്കാൻ കഴിയണം. ഇതൊക്കെ പറയേണ്ടത് ഇതിന്റെ എഞ്ചിനീയർ വകുപ്പുമായി ബന്ധപ്പെട്ട ആൾക്കാർ പഞ്ചായത്ത് നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്. ഇത് കറണ്ട് ചാർജ് വാഹനം കൊടുക്കുക മാത്രമല്ല, നമ്മുടെ ജീവൻ സംരക്ഷിക്കത്തക്ക രീതിയിലുള്ള ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കം എന്ന നിലയിലാണ് ഈ സ്ഥാപനം നമ്മൾ ആരംഭിക്കുന്ന തുടക്കം കുറിച്ച് മുന്നോട്ട് പോകുന്നത്.
അപ്പം അതിന് ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്താൻ ഈ മലിനീകരമായ പരിസ്ഥിതിയെ സംരക്ഷിക്കാനും കരണ്ട് എല്ലാ ഭാഗങ്ങളിലും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കുണ്ടാക്കുന്ന ഈ പരിസ്ഥിതി ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു അപകടകരമായ സ്ഥിതിവിശേഷം. ഇന്നത്തെ ആരോഗ്യവകുപ്പ് കണക്ക് കൂട്ടിയിട്ട് പറയുന്ന ഏറ്റവും കൂടുതൽ രോഗികളുള്ളത് നമ്മുടെ ക്യാൻസറുമായി ബന്ധപ്പെട്ട മേഖലയിലാണ്. ആ മനുഷ്യർക്കാണ് ഇത് കൂടുതലുള്ളത്. അപ്പോൾ അത് ഇല്ലായ്മ ചെയ്യാൻ പല ശാസ്ത്രീയമായ പരിശോധന നടക്കുന്നു. അതേ കൂടെ നമ്മുടെ ഈ മാലിന്യത്തെ ഇല്ലായ്മ ചെയ്താൽ നമുക്ക് വീണ്ടും കൂടുതൽ കാലം നമ്മുടെ ജനങ്ങൾക്ക് ആരോഗ്യപരമായ വല്ല കുഴപ്പമില്ലാതെ ജീവിച്ചു മുന്നോട്ട് ജീവൻ നിലനിൽക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഈ ചാർജ് കൊണ്ട്, ഈ പറഞ്ഞ സൂര്യ ചാർജ് സമ്പന്ന കൊണ്ട് നമുക്ക് ഉപകാരപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് നമ്മുടെ സൂര്യയുടെ ചുമതല വഹിക്കുന്ന ആൾക്കാരെ ഏറ്റെടുത്തത്. അപ്പൊ അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞില്ലെങ്കിൽ എന്താണ് ഉദ്ഘാടകൻ എന്താണ് ഒന്നും പറയാത്ത എന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പ്രസിഡന്റ് പറഞ്ഞതിന്റെ വാക്കുകളെ ഞാൻ കടമെടുത്തുകൊണ്ടാണ് നമുക്ക് മാതൃകാപരമായ രീതിയിലേക്ക് ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെട്ട ആരോഗ്യപരമായ മാറ്റത്തിലൂടെ മാറ്റിമറിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇവിടെ മാത്രമല്ല, കഴിയാവുന്ന എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഈ പറയുന്ന കരണ്ട് ഹബ്ബുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. എന്നാലും സർക്കാരിന്റെ ഒരു ബന്ധപ്പെട്ടുള്ള സ്ഥാപനം വലിയ മാറ്റങ്ങളിൽ കൂടെ, പ്രത്യേകിച്ച് ചാലൂർ പഞ്ചായത്തിൽ അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാറ്റമാണ് നമുക്ക് ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇതിൻ്റെ അകത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ സ്ഥാപനം വലിയ മാറ്റങ്ങളിലൂടെ നമ്മുടെ പ്രദേശത്ത് ഉയർന്നു വരട്ടെ എന്ന് മാത്രം രണ്ട് വാക്ക് നിങ്ങളോടൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഞാൻ അതിൻ്റെ ഐശ്വര്യപൂർണമായ നാട കുറിച്ചു. അതുപോലെ തന്നെ വിളക്ക് കത്തിച്ച് ഇവിടെ ഉദ്ഘാടനം ചെയ്യേണ്ടായി. ഈ വാക്കാലുള്ള ഉദ്ഘാടനമാണ് ഉള്ളത്. എല്ലാവരെയും സാക്ഷി നിർത്തിക്കൊണ്ട്, ഈ കുടുംബാംഗങ്ങളെയും സാക്ഷി നിർത്തിക്കൊണ്ട്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരെയും സാക്ഷി നിർത്തിക്കൊണ്ട് ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ചടങ്ങിന്റെ ഉദ്ഘാടകൻ നമ്മുടെ ബഹുമാനപ്പെട്ട MLA മൂന്തൻ സാർ, അധ്യക്ഷത വഹിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KS മോഹൻദാസ് സാർ, മറ്റു വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയപ്പെട്ട കൺസ്യൂമേഴ്സ്, എനിക്കിപ്പോൾ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ എന്നെയും കൂടി ക്ഷണിച്ച ആൾ പറഞ്ഞു, തുടക്കം തൊട്ടേ എല്ലാവിധ സഹായങ്ങളും ചെയ്തത് ഞാനും എൻ്റെ ഓഫീസിലെ ആളുകളുമാണ്. ചെറിയൊരു തിരുത്തുള്ളത്, ഞാനിപ്പോൾ ഈ ഓഫീസിലേക്ക് വന്നിട്ട് 1 മാസം ആവുന്നുള്ളൂ. എന്നെ മുന്നിരുന്ന ഏരിയയാണ് എല്ലാവിധ സഹായങ്ങളും ചെയ്തത്. നമ്മുടെ ഉദ്ഘാടകനും അധ്യക്ഷൻ നടത്തിയ ആളും ഇവിടെ പ്രതിപാദിച്ച കാര്യങ്ങൾ, നമ്മളൊരു ഗ്രീൻ എനർജി എന്നുള്ളൊരു രീതിയിലേക്കാണ് നമ്മുടെ സർക്കാരിൻ്റെ വിഷൻ. നമുക്ക് എന്തായാലും നമുക്ക് കിട്ടിയിരിക്കുന്ന ജനപ്രതിനിധികൾ ഈ പറഞ്ഞിരിക്കുന്ന ഗ്രീൻ എനർജി മാക്സിമം നടപ്പിലാക്കണം എന്നുള്ളൊരു വിഷനുള്ള ആളുകളാണ്. അത്രയും നമുക്ക് വേണ്ടി അവർ ആ ചിന്താഗതികൾ തന്നെ ആ ഒരു രീതിയിലേക്കാണ് അവർ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾക്ക് നേതൃത്വം നൽകാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ള നേതൃനിരയിലുള്ള ആളുകൾ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായി. എന്തായാലും നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന പൊല്യൂഷൻ, അതാണ് ഏറ്റവും വലിയ വിഷയം. ബഹുമാനപ്പെട്ട MLA സാർ അത് സൂചിപ്പിച്ചു. കാരണം ഒരുപാട് പേര് രോഗികളായി മാറുന്നത് ഈ പറഞ്ഞിരിക്കുന്ന കാർബൺ സൃഷ്ടിച്ച് ക്യാൻസർ രോഗികളായി മാറുന്ന ഒരു രീതിയാണ്. അപ്പൊ നമ്മുടെ സർക്കാരിന്റെ ഒരു വിഷനാണ് ഈ പറഞ്ഞിരിക്കുന്ന EV പ്രൊമോട്ട് ചെയ്യാന്നുള്ളത്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ചാളൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് KS മോഹൻദാസ്, നമുക്കെല്ലാം ആരാധനായ ഇന്ന് ഇവിടെ നമ്മുടെ ഈ സംരംഭം ഉദ്ഘാടനം ചെയ്ത CC മോഹൻദൻ അവർ, വേദിയിലുള്ള പെരുങ്ങോട്ടുകര സെക്ഷൻ AE, അതുപോലെ തന്നെ ഇവിടെ കൂടിയിട്ടുള്ള സൂര്യ ചാർജ് ഹബിൻ്റെ പാർട്ട്ണർമാർ, KSCB ജീവനക്കാർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് കേരളം വളർന്ന് ഗ്രാമങ്ങളിലേക്കും അതിൻ്റെ വളർച്ചയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇങ്ങനെയുള്ള സംരംഭങ്ങൾ നമ്മൾ നോക്കിക്കാണുന്നത്. കൂടുതൽ പ്രദേശങ്ങളിലാണ് ഇതിൻ്റെ ആദ്യഘട്ടങ്ങളിൽ നമ്മൾ കാണുന്നതെങ്കിലും ഇപ്പോൾ കുറച്ചുകൂടി വേഗതയിൽ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഇതുപോലുള്ള സംവിധാനങ്ങൾ വരുന്നു. അതുപോലെ തന്നെ നമ്മുടെ റോഡുകളിലും വഴിയോരങ്ങളിലുമൊക്കെ ഇലക്ട്രിക് വാഹനങ്ങൾ
നല്ല രീതിയിൽ ഇന്ന് നമുക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഇത് തിരുവനന്തപുരത്ത് ചെന്നാൽ തന്നെ നിങ്ങൾ പോയിട്ടുള്ളവർ കാണാം, നമ്മുടെ KSRTC വരെ ഇലക്ട്രിക് വാഹനങ്ങൾ. നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ ഒരു വണ്ടി വരുന്നത് പോലും വളരെ അത്ര അറിയില്ല. നമ്മൾ ഇലക്ട്രിക് വാഹനങ്ങൾ വരുമ്പോൾ അത്രയ്ക്ക് ഒരു സൗണ്ടില്ലാതെ നല്ല സൗകര്യത്തോടു കൂടി നല്ല വലിയ വണ്ടികളാണ്. അപ്പോൾ അത് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന നേട്ടങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്. നമ്മുടെ പാരിസ്ഥിതികമായും നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി തന്നെ, നമ്മുടെ വളർന്നു വരുന്ന നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി തന്നെ ഇതൊക്കെ എന്തായാലും അനിവാര്യമാണ്, അത്യന്താപേക്ഷിതമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൻ്റെ മുന്നിൽ ഇങ്ങനൊരു പ്രവർത്തനം ആദ്യം തുടങ്ങുമ്പോൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നില്ല. പിന്നീടാണ് ഓരോ ദിവസം കഴിയും തോറും ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുമ്പോഴാണ് ഇത് ഇന്നതാണ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കി. To our ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KC മോഹൻദാസ് സർ. To our KCB assistant AE ശ്രീ അബിൻ സർ. ചാഴൂർ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ NN ജോഷി സർ. പുതിയ ദിശയിലേക്ക് നമ്മുടെ ഗ്രാമത്തിന് കൈത്താങ്ങാകുന്ന സൂര്യ ചാർജിംഗ് ഹബ് ഇവോക്കിന്റെ ഉദ്ഘാടനം വിജയകരമായി നടന്നു. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക് യു.